ദുഃഖിതരുമായ ജനങ്ങളുടെ ഇടയിലാണ് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ പോയി പ്രവർത്തിക്കുന്നത്. അത് മതപരിവർത്തനമാണെന്ന് പറയുന്നത് തലയ്ക്ക് വെളിവില്ലാത്ത ആളുകളാണ്. അത് മതപരിവർത്തനമല്ല, സേവന പ്രവർത്തനമാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഈ രണ്ട് സഹോദരന്മാരുമായി പോയ ഇവരെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അവരുടെ വീട്ടുകാർ തന്നെ പറയുന്നു ഇവർ ജോലിക്ക് പോയതാണെന്ന്. ഇവിടെ എവിടെയാണ് മതപരിവർത്തനം ഉണ്ടായത്? എവിടെയാണ് നിർബന്ധിതമായ ആരാധനകളിലേക്ക് അവരെ കൊണ്ടുപോയത്? BJPയും RSSും ചേർന്ന് ഇത് ഒരു വർഗീയ കലാപമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നു. പലരും പറയുന്നില്ല, പേടിച്ച്. ഇന്ന് ന്യൂനപക്ഷങ്ങൾ പേടിയിലാണ്, ഭയത്തിലാണ്. ഞാൻ പീഡനമേറ്റൊരു അച്ഛനെ കാണാൻ വേണ്ടി സമയം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അവിടെ തിരിച്ചു പോകേണ്ടതാണ്, ദയവായി സാർ ഇങ്ങോട്ട് വരണ്ട. അത്ര ഭീതിയാണ് ഇവർക്ക് ഓരോ സ്ഥലത്തും ഉള്ളത്. ഇതാണെന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദി ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അനുയായികളെ ഇളക്കിവിട്ട് ഈ മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡബിൾ സ്റ്റാൻഡേർഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കേക്കുമായി വീടുകളിലേക്ക് പോയ BJPക്കാരെ കാണാനില്ലല്ലോ. അവരെവിടെ? ഈ കന്യാസ്ത്രീകളായ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ, ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവർ, ദൈവത്തിന്റെ മണവാട്ടികൾ, അവർ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് അവരെ ജയിലിലടച്ചതിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. കേരളത്തിന്റെ പ്രതിഷേധം ഗവർണർ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാജി, അതുപോലെ തന്നെ ശ്രീ VM സുധീരൻ, ശ്രീ K മുരളീധരൻ, ശ്രീ MM ഹസൻ തുടങ്ങിയ നേതാക്കന്മാരുണ്ട്. അധികം പേർക്ക് സംസാരിക്കാൻ സമയമില്ല. ദീപാജി ചുരുങ്ങിയ വാക്കുകളിൽ ഈ സമരത്തിന്റെ പിന്തുണ അറിയിക്കും. Today from the Kerala Congress Party, our KPCC President Sunny Joseph ji, CLP leader Satishan ji, Working Committee my colleague Ramesh Chenithala ji, MM Hassan ji, Muralidharan ji, Sudhiran ji,